ഏറെ വിവാദം സൃഷ്ടിച്ച കലാരാജുവിൻ്റെ തട്ടിക്കൊണ്ടുപോകൽ അതുമായി ബന്ധപ്പെട്ട് CPM പറയുന്ന ഓരോ വാദങ്ങളും ഓരോ ദിവസം പൊളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. വനിതാ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ CPM കൂടുതൽ പ്രതിരോധത്തിൽ. കൂത്താട്ടുകുളം കൗൺസിലർ കലാരാജു പാർട്ടിക്ക് പരാതി നൽകിയിട്ടില്ല എന്ന പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ വാദം പൊളിയുകയാണ്. കലാരാജു ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയ പരാതിയുടെ പകർപ്പ് ജനം TVക്ക് കലാരാജുവിനെ ആക്രമിച്ച വൈസ് ചെയർമാനും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവുമായ സണ്ണി കുര്യാക്കോസിനെതിരെയും പരാതിയിൽ പറയുന്നുണ്ട്. ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുന്നുണ്ട്. അഖിൽ, ആരെയൊക്കെ കുറിച്ചായിരുന്നു ഈ പരാതിയിൽ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത്? കാരണം ഇത്തരം ഒരു പരാതി ലഭിച്ചിട്ടേ ഇല്ല എന്നായിരുന്നല്ലോ CPMന്റെ വാദം. പക്ഷേ ഈ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ ജനം TV പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളായിരുന്നു ആ പരാതിയിൽ പരാമർശിച്ചിരുന്നത്? ദേവിക, ഗുഡ് മോർണിംഗ്. CPMനെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സമ്മേളനം ആരംഭിക്കാൻ ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നാളെ സൂര്യൻ ഉദിച്ചസ്തമിക്കുമ്പോൾ CPMന്റെ ജില്ലാ സമ്മേളനത്തിന് എറണാകുളത്ത് കൊടിയുയരാൻ നിൽക്കുമ്പോഴാണ് ഈ CPMനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കി ഓരോ ദിവസവും കൂത്താട്ടുകുളത്തെ സംഭവം മാറുന്നത്. കൂത്താട്ടുകുളത്തെ സംഘർഷം അത്ര വലിയ ഗൗരവത്തിലെടുക്കേണ്ട എന്ന് പാർട്ടി സെക്രട്ടറി ആവർത്തിക്കുമ്പോഴും പക്ഷേ അത് പാർട്ടിക്ക് തലവേദനയായി മാറുന്നു എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഇന്നലെ പാർട്ടി സെക്രട്ടറി തന്നെ നേരിട്ടെത്തി കൂത്താട്ടുകുളത്തെ സംഭവം ഒരു വലിയ സംഭവമൊന്നുമല്ല എന്ന് വാദിക്കാൻ ശ്രമിക്കുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്തിരുന്നു. അതിനു പിന്നാലെയാണ് ഞാൻ തന്നെ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതുപോലെ കലാരാജു ഏതെങ്കിലും തരത്തിൽ കൂത്താട്ടുകുളം നഗരസഭയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ സഹകരണ ആശുപത്രിയെ സംബന്ധിച്ചോ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏതെങ്കിലും കത്ത് പാർട്ടിക്ക് ഒരു പരാതിയായി നൽകിയിരുന്നോ എന്ന കാര്യം ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യത്തിലൊന്നും ഒരു മുഖവിലക്കെടുക്കേണ്ട പരാതി അങ്ങനെ ഒന്നും തന്നെ കലാരാജു ഞങ്ങൾക്ക് തന്നിട്ടില്ല. പാർട്ടി സംവിധാനം അനുസരിച്ച് ആ കത്ത് നൽകിയാൽ ആ കത്ത് പരിശോധിക്കുന്നതിന് പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട് എന്ന തരത്തിലായിരുന്നു മോഹൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. എന്തായാലും പക്ഷേ ആ കത്താണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. അതിൽ പ്രധാനമായും ഇങ്ങനെയാണ്: 8 പേജുകളുള്ള പരാതിയാണ് CPMന്റെ ജില്ലാ സെക്രട്ടറി CN മോഹനും അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കും കലാരാജു നൽകിയിരിക്കുന്നത്. ആ കത്ത് നൽകുന്നത് 2024 10ാം മാസത്തിലാണ് ഈ കത്ത് നൽകുന്നത്. ആ 10ാം മാസത്തിൽ ഈ കത്ത് നൽകുമ്പോൾ തന്നെ അത് ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതായത് CPM ജില്ലാ സെക്രട്ടറിക്ക് 21/9/2024 ആ കത്ത് ജില്ലാ സെക്രട്ടറിക്ക് നൽകുന്നത്. കത്ത് ഇങ്ങനെയാണ് ആരംഭിക്കുന്നത്: സഖാവെ, ഞാൻ പാർട്ടി മെമ്പറും കൂത്താട്ടുകുളം മുനിസിപ്പാലിറ്റി കൗൺസിലറുമാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രവർത്തക കൂടിയായ ഞാൻ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയും CDS ചെയർപേഴ്സണുമായി നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് PN രാധാകൃഷ്ണൻ 2021 മെയ് 5-ന് കോവിഡ് ബാധിച്ചാണ് തൃശ്ശൂരിൽ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെടുന്നത് എന്ന് തുടങ്ങി. അതായത് പാർട്ടി ചുമതലകൾ പറഞ്ഞുകൊണ്ടാണ്, അതായത് മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും ഇപ്പോൾ നിലവിൽ പാർട്ടി കേഡറുമായിട്ടുള്ള CDS ചെയർപേഴ്സൺ ആയിട്ടുള്ള മഹിളാ ജനാധിപത്യ അസോസിയേഷൻ, അതായത് CPMന്റെ വനിതാ സംഘടനയുടെ ഭാരവാഹിയായിട്ടുള്ള ഇപ്പോൾ ഇരയാക്കപ്പെടുകയും അതുപോലെ തന്നെ വിമത പക്ഷത്തു നിൽക്കുകയും ചെയ്യുന്ന കൂത്താട്ടുകുളത്തെ കൗൺസിൽ കലാരാജു ഇങ്ങനെയാണ് ആ കത്ത് ആരംഭിക്കുന്നത്. ആ കത്ത് ആരംഭിച്ച് അവരുടെ ഭർത്താവ് എടുത്ത ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. നഗരസഭയുടെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ആ പരാതിയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ കത്തിനെയാണ് പാർട്ടി അങ്ങനെ ഒരു പരാതി അല്ലെങ്കിൽ ഒരു കത്ത് കലാരാജു നൽകിയിട്ടില്ല എന്നൊരു വാദവുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും അത് പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ പുറത്തുവിട്ട ചില വീഡിയോകളുണ്ട്, ചില സന്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേ കാര്യം പറയുന്നത് ഈ കലാരാജുവുമായി ബന്ധപ്പെട്ട്, അതായത് നഗരസഭ അധ്യക്ഷയുടെയും അതുപോലെ തന്നെ സഹ കൗൺസിലർമാരുടെയും ചില പാർട്ടി ലീഡർഷിപ്പിൻ്റെയും ഒക്കെ കൂടെ കലാരാജുവിനെ നഗരസഭ കവാടത്തിൽ നിന്നും ഈ സംഘർഷത്തിനിടയിൽ നിന്നും പിടിച്ച് അവിടെ പാർട്ടി ഓഫീസിലേക്ക്, ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയതിനു ശേഷം വളരെ സൗമ്യമായിട്ടാണ് അവരോട് പെരുമാറിയത് എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി അടക്കമുള്ള പാർട്ടി നേതൃത്വത്തിൻ്റെ വിശദീകരണം. പക്ഷേ നമ്മൾ ഇന്നലെ പുറത്തുവിട്ട വീഡിയോയിൽ കൃത്യമായ ചില ഭീഷണിപ്പെടുത്തലുകൾ ആ കലാരാജുവിന് നേരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഭരണം നമ്മുടെ പക്ഷത്താണ്, പോലീസ് നമ്മളെ കൂടെയാണ്, ഭരണ സംവിധാനം നമ്മളെ കൂടെയാണ്, എന്ത് വേണമെങ്കിലും നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുമെന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ആ കലാരാജുവിനോട് നടത്തുന്ന ആ വീഡിയോ ദൃശ്യങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് കലാരാജുവിനെ വീട്ടിലേക്ക്
കൊണ്ടെത്തിക്കാൻ പോകുന്ന സമയം ഈ CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞതുമായി ചില വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ നമുക്കത് വ്യക്തമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. എന്തായാലും കലാരാജുവുമായി ബന്ധപ്പെട്ട് കൂത്താട്ടുകുളം നഗരസഭയുമായി ബന്ധപ്പെട്ട് അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് കലാരാജു ഉയർത്തിയ ചില ആരോപണങ്ങൾ അവിടെ വസ്തുതാപരമായി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം. കാരണം കലാരാജു കൂത്താട്ടുകുളം നഗരസഭയുടെ സെൻട്രൽ, അതായത് കൂത്താട്ടുകുളം നഗരത്തിന്റെ വാർഡിലെ കൗൺസിലർ കൂടിയാണ്. അവിടെയാണ് കൂത്താട്ടുകുളത്തെ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ആശുപത്രിയുമായി ബന്ധപ്പെട്ട ചില അഴിമതികൾ ഉന്നയിച്ചുകൊണ്ടാണ് നിലവിലെ ചെയർപേഴ്സണും ഏരിയ കമ്മിറ്റി അംഗവുമായിട്ടുള്ള സണ്ണി കുര്യാക്കോസിനെതിരെ അടക്കം ഈ പരാതിയിൽ 2024 തന്നെ കൊടുക്കുന്ന പരാതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളിൽ കൂടി ഇനി കൂടുതൽ വ്യക്തത വരാനുണ്ട്. വീണ അഖിൽ, അതേസമയം ഈ തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ ഇപ്പോൾ അഖിൽ സൂചിപ്പിച്ച അഴിമതിയുടെ തുടക്കം മുതൽ ഇങ്ങോട്ട് അവർ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളും പിന്നീട് ഇപ്പോൾ ഈ കത്തില്ല എന്ന് കള്ളം പറഞ്ഞതുൾപ്പെടെ ജില്ലാ സമ്മേളനത്തിൽ എങ്ങനെ CPM മറുപടി പറയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വിഷയം ചർച്ചയ്ക്ക് വരാതിരിക്കാൻ കഴിയുകയില്ലല്ലോ. CPMന്റെ ജില്ലാ സമ്മേളനങ്ങൾ കൊല്ലത്ത് നിന്നാണ് ആരംഭിക്കുന്നത്. വീണ, കൊല്ലത്ത് നിന്ന് ജില്ലാ സമ്മേളനം ആരംഭിച്ച് അത് തിരുവനന്തപുരവും തൃശ്ശൂരും പാലക്കാടും ഒക്കെയായി ഇങ്ങനെ സഞ്ചരിച്ചാണ് ഏറ്റവും അവസാനത്തെ ജില്ലകളിലേക്ക് കടക്കുന്നത്. എറണാകുളത്തേക്കും ഇടുക്കിയിലാണ് ഏറ്റവും അവസാനത്തെ ജില്ലാ സമ്മേളനങ്ങൾ ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നത്. ഈ ജില്ലാ സമ്മേളനങ്ങളിലെല്ലാം തന്നെ കേരളത്തിൽ സർക്കാരിനെതിരെയും ആഭ്യന്തര വകുപ്പിനെതിരെയും ചില വകുപ്പുകൾക്കെതിരെയും അതിരൂക്ഷമായ വിമർശനം ജില്ലാ സമ്മേളനങ്ങളുടെ പല സമ്മേളന വേദികളിലും ഉയർന്നിരുന്നു. സമ്മേളന വേദികളിൽ പല പ്രതിനിധികളും സർക്കാരിൻ്റെ പല ചെയ്തികളെയും ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പാർട്ടി നേതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങളൊക്കെ പല ജില്ലാ സമ്മേളന വേദികളിലും ഉണ്ടാകുന്നു. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളന കാലയളവിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയേണ്ടി വരും. ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുടെ പ്രവർത്തനമടക്കം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു കേൾക്കാനുള്ള സാധ്യതയുണ്ട്. കൂത്താട്ടുകുളത്തിന് പുറമെ MA ലോറൻസിന്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങൾ അടക്കം ജില്ലാ സമ്മേളനത്തിൽ ചർച്ചയായി ഉയരാൻ തന്നെയാണ് സാധ്യത നിൽക്കുന്നത്. അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളിലേറ്റ കനത്ത തിരിച്ചടി, പാർട്ടിക്കുണ്ടായ കനത്ത തിരിച്ചടി അടക്കം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധിക്കും എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയേണ്ടി വരും. കാരണം ജില്ലാ സമ്മേളനം വലിയ വിവാദങ്ങൾക്കിടയിലാണ് നാളെ കൊടിയുയരാൻ പോകുന്നത്. വീണ, ഓക്കെ, നോക്കാം എന്താണ് CPM ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട്. ആദ്യം CPM പറഞ്ഞത് ഇത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു കള്ളക്കളിയാണ് എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നു ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു, ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ അത് പൊളിക്കുന്ന വീഡിയോ ജനം TV തന്നെ പുറത്തേക്ക് വിടുന്നു. ഇപ്പോൾ ആ കത്തും ജനം TV തന്നെ പുറത്തേക്ക് വിടുകയാണ്. എന്നാലും അഖിൽ പാലോട്ടുമടമാണ് വിവരങ്ങൾ പങ്കുവച്ചത്.